നിങ്ങൾ ആരെങ്കിലും മൈസൂരിലേക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്ന ട്രിവാൻഡ്രം മൈസൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് പോയത്. 16316 ആണ് ട്രെയിനിൻ്റെ നമ്പർ. ചേർത്തലയിൽ നിന്നാണ് നമ്മൾ കയറിയത്. ആൻഡ് ഇത് ചേർത്തലയിൽ 7:40 വരുന്നത്. ചെറിയൊരു 10-15 മിനിറ്റ്സിൻ്റെ ലേറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഓടി പിറ്റേ ദിവസം അവിടെ എത്താനും 11:45 ഷെഡ്യൂൾഡ് ടൈമെങ്കിലും 12-12:30 ഒക്കെ ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഒരു ദിവസം ട്രെയിനിൽ കിടക്കേണ്ടി വരും. ആൻഡ് പിറ്റേ ദിവസമാണ് നമ്മളവിടെ എത്തുക. സോ രാത്രിയിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജേർണി ആയിട്ട് തോന്നത്തില്ല. കാരണം നമുക്ക് കിടന്നുറങ്ങിയാൽ മതി, ഒരുപാട് ബോറടിക്കത്തില്ല. പിന്നെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ ബോറടിയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി. കാരണം ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ, ഇത് ബാംഗ്ലൂർ വഴി പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിപ്പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ മൈസൂർ ഒരു 2 hours ബാംഗ്ലൂരിൽ നിന്ന്. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ട്രെയിനിൽ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളും ട്രെയിനിലെ എംപ്ലോയീസും മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അവിടെ നമ്മൾ മൈസൂർ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണം, എങ്ങനെ ഇറങ്ങണമെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. പിന്നെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്ന കണ്ടു. പിന്നെ അതുവഴി പോയൊരു ചേട്ടനോട് എന്താ ചെയ്യുക, എങ്ങനെ പോവുക എന്നൊക്കെ ഉള്ളൊരു ഗൈഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഹോസ്റ്റലിലേക്ക് പോവല്ല, കാരണം ഉച്ചക്കാണ് എത്തിയത്. പിന്നെ രാവിലെ നമ്മൾ വലിയ രീതിയിൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം നമ്മൾ കണ്ടുവച്ച റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. റെസ്റ്റോറൻ്റ് അല്ല, അത് ടെക്നിക്കലി ഒരു പഴയ ഹോട്ടലാണ്. ഇവിടുത്തെ ഒരുപാട് വർഷമായിട്ട് ഇവിടെ റൺ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പുലാവ് കിട്ടുന്ന ഹോട്ടലാണ്. ചിക്കൻ പുലാവും മട്ടൻ പുലാവ്, അതുപോലെ തന്നെ വേറെ നോൺ വെജിൻ്റെ കറികൾ ഐറ്റംസൊക്കെ കിട്ടും. അപ്പം നമ്മൾ ആ ഹോട്ടലിലെത്തി, ഓട്ടോ പിടിച്ച് നമ്മൾ ആ ഹോട്ടലിലെത്തി. ആൻഡ് ഇന്ന് നമ്മൾ അവിടെ നിന്ന് ഇത് കഴിക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ തന്നെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടാണ് വന്നത്. ഓട്ടോ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഒരെണ്ണം വാങ്ങിച്ചിട്ട് അത് ഷെയർ ചെയ്ത് കഴിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അതിപ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം. ഫസ്റ്റ് ഇംപ്രഷനിൽ ഭയങ്കര ചൂടായിരുന്നു, എൻ്റെ കൈ പൊള്ളി. പിന്നെ കഴിച്ച് നോക്കിയപ്പം എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ചൂട് കൊണ്ടാണോ എന്നറിയത്തില്ല, അതോ ഒരുപാട് വിശന്നിരുന്നുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അതിന് ശേഷം രണ്ടാമത് നമ്മളിത് കഴിക്കാനായി എടുത്തു കഴിഞ്ഞ് പിന്നെ പാർട്ടീഷനൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സാലഡൊക്കെ തന്നു. ആ സാലഡൊക്കെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫ്ലേവർ ഉണ്ട് ആ റൈസിന്. പിന്നെ ഇപ്പം നിങ്ങൾ ഇല കണ്ടല്ലോ, മൊത്തം വടിച്ച് തൂത്ത് നക്കി തിന്നു. 250 രൂപയാണ് നമുക്കത് ഒരെണ്ണത്തിന് ഇവിടെ ആയത്. അത് ആക്ച്വലി വലിയ കോസ്റ്റ്ലി ആയിട്ട് തോന്നിയില്ല, കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെ അവർക്ക് വേറെ ഒരു ഇങ്ങനെ ഐസ്ക്രീം വെക്കുന്ന ഒരു കട കൂടിയുണ്ട്. ഐസ്ക്രീം വിത്ത് ക്യാരറ്റ് ഹൽവ ആൻഡ് ഗുലാബ് ജാമുനൊക്കെ അവർ തരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാനില ഫ്ലേവർ വിത്ത് ക്യാരറ്റ് ഹൽവയാണ് വാങ്ങിച്ചത്. അതും കഴിച്ചു. അതിനുശേഷം നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നോർമലി എവിടെ പോയാലും നമ്മൾ ഹോസ്റ്റൽസ് തന്നെയാണ് ബുക്ക് ചെയ്യാറുള്ളത്, കാരണം അത് കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും. പിന്നെ കുറച്ചും കൂടെ സേഫാണ്. നമുക്ക് കൂടെയുള്ള മറ്റ് ഫെല്ലോ ട്രാവലേഴ്സിനെയൊക്കെ കാണുകയും ചെയ്യാം. കുറച്ചും കൂടെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേയിലെത്തി. സ്റ്റേയുടെ പേര് റോംബെ എന്നാണ്. റോംബെ ഡോംസ് ആൻഡ് റൂംസ് എന്ന് പറയുന്നത്. ഇവിടെ മിക്സഡ് ഡോംസും അതുപോലെ തന്നെ ഫീമെയിൽ ഡോംസും ഒക്കെ അവൈലബിളാണ്. ഒരുപാട് എസ്തെറ്റിക് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ കയറിയപ്പോഴും അത് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അവർ തിരിച്ചിരുന്നത്, ഒരു അപ്പർ ഡെക്കും ലോവർ ഡെക്കും. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അവിടെ കറൻ്റ്ലി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ അപ്പോൾ മുകളിലെടുക്കാം അല്ലെങ്കിൽ താഴെ കിടക്കാമെന്ന്. അപ്പോൾ മുകളിൽ കയറി നോക്കിയപ്പോൾ കാണാനൊക്കെ നല്ല എസ്തെറ്റിക്സ് ഉണ്ട്, കുറച്ചും കൂടെ പ്രൈവസിയൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഈ ബാഗും സാധനമൊക്കെ കൊണ്ട് കയറാനും, പിന്നെ വാഷ്റൂം താഴെയായിരുന്നു, മിറർ താഴെയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയപ്പം 2 ദിവസത്തേക്ക് കിടക്കാനല്ലേ, അപ്പം നമുക്ക് താഴെ തന്നെ എടുക്കാം, മുകളിൽ പോയാൽ അത് കുറച്ച് ചടങ്ങാവുമെന്ന് വിചാരിച്ച് നമ്മൾ താഴെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു.
പിന്നെ വെറുതെ ആ റൂമിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗും കൊണ്ടൊക്കെ കയറാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഈ റൂമിന് നമ്മൾ 2 ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. നമുക്ക് ഒരാൾക്ക് 1500 രൂപ വെച്ചാണ് ആയത് കേട്ടോ. പിന്നെ വേഗം കുളിച്ച് റെഡിയായി നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. വെറുതെ സമയം കളയണ്ടല്ലോ. ഓൾറെഡി ഉച്ച കഴിഞ്ഞു, ഇറങ്ങിയപ്പോൾ 3 മണിയായി. പിന്നെ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ആയിട്ട് കുഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയും നമ്മൾ ഓട്ടോ പിടിച്ചു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസിലേക്കാണ്. ആദ്യത്തെ സ്പോട്ടാണ് മൈസൂർ പാലസ്. ആൻഡ് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നോർമലി വീക്കെൻഡ്സിൽ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാകത്തില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായില്ല. ഒരാൾക്ക് 150 രൂപ വെച്ചാണ് ആയത്. നമുക്ക് 300 രൂപയായി. പിന്നെ പാലസിനകത്ത് കയറി അവിടെ ഇതുപോലെ തന്നെ കുറച്ച് എസ്തെറ്റിക്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരുപാട് വലിയ റഷ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ പോയി. ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ചെപ്പൽസ് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മൾ കവറിലിട്ട് കൊടുത്താൽ മതി. അവർ നമുക്കൊരു ടോക്കൺ നമ്പർ തരും. ഇറങ്ങാൻ നേരത്ത് തിരിച്ച് വാങ്ങിച്ചിട്ട് പോയാൽ മതി. പിന്നെ അവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്ന. പക്ഷേ അവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ നമുക്കൊന്നും വാങ്ങാനില്ലായിരുന്നു. നമ്മൾ അതുവഴി ഇറങ്ങി. പിന്നെ പാലസിനുള്ളിൽ പോയി. പാലസ് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. കാരണം അവിടുത്തെ പഴയ ആൾക്കാർ, അവിടുത്തെ റോയൽ ഫാമിലി, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളവിടെ പോയി അത് കണ്ടു, എൻജോയ് ചെയ്യുക. അവർ അന്നത്തെ കാലത്ത് പണിതാണല്ലോ ഇതുപോലത്തെ പാലസുകൾ. ഓൾസോ ഇത് കാണുമ്പോൾ തന്നെ ഫുൾ പിന്നിൻട്രസ്റ്റ് വൈബാണ്. പിന്നെ മൊത്തം രവിവർമ്മയുടെ പെയിൻറ്റിങ്സും പിന്നെ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതവും ആ റോയാലിറ്റിയൊക്കെ അവർ ഒരുപാട് പിക്ചേഴ്സിൽ വരച്ച് ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അവിടുത്തെ ഫ്ലോസ് ആയാലും ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, വളരെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ നമ്മൾ നടുക്കോട് ചെല്ലുമ്പോൾ ഇതുപോലൊരു ഹോൾവേ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചുറ്റും വിൻഡോസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ വിൻഡോസും അതുപോലെ തന്നെ അവരുടെ ഈ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര നല്ല ഭംഗിയാണ്. നല്ലൊരു ഫോട്ടോ സ്പോട്ടൊക്കെ തന്നെയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വിഷമിച്ചിട്ടിരിക്കുന്നതല്ല. ഇവിടെ തന്നെ ഒരു സ്പോട്ട് കണ്ടു ഫോട്ടോ എടുക്കാൻ. പക്ഷേ അവിടെ അത്യാവശ്യം ക്രൗഡായതുകൊണ്ട് ആ പരിപാടി നടന്നില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡാൻസ് സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു അവരുടെ കാലത്തും ഇവിടെ അതുപോലത്തെ പരിപാടികളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി. പുറത്തൊരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ചായ കുടിച്ചു. പിന്നെ ഇത് ഉള്ളിവട, ഡ്രൈ ഉള്ളിവട പോലത്തെ ഒരു സാധനം, അതും കഴിച്ച് നമ്മൾ വേഗം നടന്നെത്തിയത് ജഗൻമോഹൻ പാലസ് ആക്ച്വലി ഇവരുടെ മൈസൂർ പാലസിൽ ഒരു തീപിടുത്തം നടന്ന സമയത്ത് അവർ ടെമ്പററി താമസിച്ച പാലസാണ്. ഇപ്പം അവിടെ അതൊരു ആർട്ട് ഗ്യാലറി ആയിട്ട് അവിടുത്തെ പെയിൻറ്റിങ്സും പണ്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഗ്യാലറി ആയിട്ട് വെച്ചേക്കുക. സോ അവിടെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അത്രയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചു. ഓട്ടോയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ. അങ്ങനെ ആ ഓട്ടോ ബുക്കിംഗ് നടന്നില്ല. പിന്നെ അവിടെ കണ്ട ഒരു ചേട്ടൻ്റെ കൈയും കാലും പിടിച്ച് 70 രൂപ പറഞ്ഞത് 50 രൂപയാക്കി. നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് സ്പോട്ടാണ് അസീസിയ ബേക്കറി. ഇതും നമ്മൾ ഒരുപാട് വ്ളോഗിലൊക്കെ കണ്ടിട്ട് ചൂസ് ചെയ്ത് വന്നതാണ് കേട്ടോ. അവിടുത്തെ സ്പെഷ്യലാണ് ഈ ഇരിക്കുന്ന സാധനം. ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടം വരെ വന്നത്. ഇത് ആക്ച്വലി ചിക്കൻ സ്റ്റഫ് ചെയ്ത ഒരു സംഭവമാണ്. എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ചിക്കനും ഉള്ളിയും ഒക്കെ വെച്ചൊരു മസാലയൊക്കെ വെച്ച് നമ്മൾ ചിക്കൻ പപ്സിനുള്ളിലിരിക്കുന്ന പോലത്തെ ഒരു സാധനം. പക്ഷേ അതിൻ്റെ ആ ഒരു പുറമേ ഉള്ള ആ ഒരു സാധനം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. അത് മൊത്തത്തിൽ ചൂടോടെ കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റായിരുന്നു. അവിടുന്ന് പിന്നെ വേറെയും കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഊബർ പിടിച്ച് നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചു. അതാണ് സെൻറ്റ് ഫിനോമിനാൽസ് കാത്തഡ്രൽ. ഇതും ഒരു പള്ളിയാണ്. സെൻറ്റ് ജോസഫ് സെൻറ്റ് ഫിനോമിനൽ എന്നൊക്കെ പറയും. ആൻഡ് ഇവിടെ നമ്മൾ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ
വൈകുന്നേരം നടക്കുന്ന എന്തോ കുർബാനയോ പ്രാർത്ഥനയോ എന്തോ നടക്കുമായിരുന്നു. അതുകൊണ്ട് ടൂറിസ്റ്റുകളായിട്ട് വന്നവരൊന്നും ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കയറണമെങ്കിൽ അവിടെ ചെരുപ്പ് കൊടുക്കണം, ചെരുപ്പ് കൊടുത്തിട്ട് വേണം കയറാൻ. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൊടുത്തതിന് ശേഷം ഉള്ളിൽ കയറി. അവിടെ ഉള്ളിൽ വിഷ്വൽസ് ഒന്നും അലൗഡ് അല്ല, പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തില്ല. അവിടുന്ന് പിന്നെയും നമ്മൾ ഓട്ടോ പിടിച്ച് തന്നെയാണ് മാർക്കറ്റിലെത്തിയത്. ഇത് ദേവരാജ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്, മൈസൂരിൽ സിറ്റിയിൽ തന്നെ ഉള്ളതാണ്. നമ്മളവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് കുപ്പിവളകളാണ്. പിന്നെ രണ്ടുപേർക്കും കുപ്പിവളകളോട് ഭയങ്കര ഒരു ഫാസിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുപ്പിവളയൊക്കെ വാങ്ങിച്ചു. ഈ വാങ്ങിക്കുന്ന കുപ്പിവള നെക്സ്റ്റ് ഓണത്തിന് സാരി ഉടുക്കുമ്പോൾ ഇടാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കളറ് നോക്കി, ബ്ലൗസിൻ്റെ കളർ ഓർത്തൊക്കെ. അങ്ങനെ വേറെയും കുറേ ഷോപ്പിംഗ് നമ്മൾ ചെയ്തു. ഫോണൊന്നും എടുക്കാതെ ഉള്ളി വെച്ചിരുന്നതുകൊണ്ട് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. മാർക്കറ്റാണ്.